ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. ബോറടിച്ചിരിക്കുവാണോ അതോ സ്ട്രെസ്ഡ് ആണോ? എന്നാലേ ബോറടിയും സ്ട്രെസ്സൊക്കെ മാറ്റാനുള്ള ഒരു ടിപ്പ് എൻ്റെ കയ്യിലുണ്ട്. എന്താണെന്നല്ലേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ ഒരേ വൈബുള്ള അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന കുറച്ച് ആളുകളില്ലേ, അവരുടെ കൂടെ ഇരുന്ന് സന്തോഷിക്കുക, സംസാരിക്കുക, ചില്ല് ചെയ്യുക, അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് ട്രാവലിംഗ് ആണ്, പിന്നെ കുക്കിംഗ് ആണ്, പിന്നെ ഡാൻസിങ്. ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിടുക. അപ്പോഴേക്കും ആ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കില്ല, അല്ലെങ്കിൽ അതിനൊരു റിലീഫ് നമുക്ക് കിട്ടും. ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു ടിപ്പാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഇന്ന് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന്. അതെ, ഇന്നൊരു ബീഫിന്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ബീഫ് വിന്താലു ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദേ വിന്താലുവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ചോപ്പ് ചെയ്തത്, കുരുമുളക് ഇത്തിരി എടുത്തോളൂ കേട്ടോ അത്യാവശ്യത്തിന്. പിന്നെ ഇത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലം, പിന്നെ പെരുംജീരകം. പിന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടുകാണ്. പിന്നെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയാണ്. 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേണ്ടത് 4 സവാള ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മളൊരു ഗ്രേവി പോലെ ആക്കി അരച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. കുരുമുളകും പിന്നെ ആ ഒരു കടുകിൻ്റെ ടേസ്റ്റാണ് ശരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതാണ് ആ വിന്താലുവിൻ്റെ ശരിക്കും എന്താ പറയുക, സിഗ്നേച്ചർ എന്ന് പറയുന്നത് ആ കടുകിൻ്റെ ഒരു ടേസ്റ്റാണ്. നമ്മളിത് വെള്ളത്തിലൊന്നുമല്ല അരച്ചെടുക്കുന്ന ഐറ്റം ഏതാണെന്ന് കാണണ്ടേ? ഇതാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്ന ലിക്വിഡ് എന്ന് പറയുന്നത്. വിനാഗിരിയാണ്, വൈറ്റ് വിനീഗർ ആണ്. അത് ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മസാലയുടെ ഒപ്പം തന്നെ അത് ഒഴിച്ചെടുക്കണം കേട്ടോ. മീൻസ് ആ ലെവലിൽ നിൽക്കണം വിനീഗർ. ഇതിപ്പോൾ ഞാൻ അരച്ചിട്ട് രണ്ടാമത് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ആണ് നല്ല ഗ്രേവി ആക്കി എടുത്തത്. അപ്പോൾ അതാണ്ട അരച്ചെടുത്തിട്ട് ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഉരുളിയിൽ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സവാള നോർമലി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് വഴറ്റിയെടുക്കും അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യരുത്. സവാള നോർമലി തീ കിടന്ന് ഒന്ന് പതുക്കെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആ ഗ്രേവി ഇല്ല, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഗ്രേവി, അതിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആ അരപ്പ് ചേർക്കാം. തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള വഴറ്റിയെടുക്കാം, കരിയാതെ നോക്കിയാൽ മതി. പിന്നെ കറിവേപ്പില ഞാൻ മറന്നുപോയി, കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നന്നിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, വിനീഗർ ഒഴിച്ച് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അത് ഏകദേശം ഈ ഒരു പരുവത്തിലാവുമ്പോൾ അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആക്ച്വലി വേവിച്ച ബീഫല്ല, ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ബീഫ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ബീഫിന് ഏകദേശം കുറച്ച് വേവ് ഉണ്ടല്ലോ, ചിക്കൻ പോലെയല്ല, കുറച്ച് ടൈം എടുക്കും വെന്ത് വരാനായിട്ട്. അത്യാവശ്യം നെയ്യുള്ള ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ പെരട്ടി നല്ല അസലായിട്ട് തട്ടിപ്പൊത്തി വെക്കണം. ഇപ്പോൾ ഈ സ്റ്റേജിലാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. നന്നായിട്ട് തട്ടിപ്പൊത്തി വെക്കുക. നെയ്യുള്ള ബീഫാണെങ്കിൽ നല്ലോണം എന്താ പറയുക, വരണ്ട് വരുമ്പോഴേക്കും ആ നെയ്യൊക്കെ തെളിഞ്ഞ് മുകളിലേക്ക് വന്ന് അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം തന്നെ ആ ഒരു മണം വരുന്നുണ്ട്, ഗ്രേവിയുടെ പച്ചമണം മാറിയിട്ട് ഒരു മണം ഉണ്ടല്ലോ, അത് വരുന്നുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ഉപ്പിടുന്നുണ്ട് ഈ ഒരു സ്റ്റേജിലാണ്. ഒന്ന് പതുക്കെ തിളവന്ന് കഴിയുമ്പോഴാണ് ഉപ്പിടുന്നത്. ഉപ്പിട്ടിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് സിമ്മിലിട്ട് വേണം വേവിക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അടി പിടിച്ച് കരിയും, അങ്ങനെ ചെയ്ത് സിമ്മിലിട്ട് വേവിക്കാം. അങ്ങനെ സിമ്മിലിട്ട് വെന്ത് ഈ ഒരു പരുവാവും. അപ്പോൾ നമ്മുടെ വിന്താലു റെഡിയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. അപ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെസ്റ്റർ കണ്ണാപ്പി ഇവിടെ ഉണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ ചേട്ടാ. നോക്കട്ടെ ഇന്നത്തെ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. കണ്ടിട്ട് കൊള്ളാം, നല്ല കളറൊക്കെ ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
സൂപ്പർ. കൊള്ളാം, അടിപൊളി. അപ്പൊ നമ്മുടെ ബീഫ് വിന്താലുവിന്റെ പരീക്ഷണം സക്സസ് ആയിരിക്കാണ് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ സൂത്രം കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഭക്ഷണം ഉണ്ടാക്കി സ്വയം തിന്ന് എന്നൊരിക്കൽ ഒരാളെയും വിളിച്ചിട്ടില്ല.